നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. സ്വപ്ന സുരേഷിന്റെ സ്പേസ് പാർക്ക് നിയമനവുമായി ബന്ധപ്പെട്ട പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചു. സ്പേസ് പാർക്കിന്റെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പിന്റെ മൊഴി ഇഡി രേഖപ്പെടുത്തി. PwC അസോസിയേറ്റ് ഡയറക്ടർ പ്രതാപ് നായരെയും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി. ലൈഫ് മിഷൻ കോഴക്കേസിൽ UV ജോസിനെയും സന്തോഷ് ഈപ്പനെയും ഒരുമിച്ചിരുത്തിയും ഇഡി ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. ഡാനി, നിർണായകമായിട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴിയെടുക്കലുകളിലേക്ക് അന്വേഷണവും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും കടക്കുമ്പോൾ ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്താണ്? പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ അതെപ്പോഴായിരുന്നു? അപർണ, ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED നടത്തുന്ന അന്വേഷണം അല്ലെങ്കിൽ EDയുടെ ചോദ്യം ഇതെല്ലാം തന്നെ നിർണായക ഘട്ടത്തിലേക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കടന്നിരിക്കുന്നു. നിർണായകമായ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു. സന്തോഷ് ഈപ്പൻ, യൂണിടാക് ഉടമ, കരാറുകാരനായ സന്തോഷ് ഈപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതിനോട് അനുബന്ധമായി നടക്കുന്ന ചോദ്യം ചെയ്യലുകളാണ് ഈ കേസിൻ്റെ തന്നെ ഗതിവിഗതികൾ നിർണ്ണയിക്കുക എന്ന് എടുത്ത് പറയേണ്ടി വരുന്നു. അതിൽ സന്തോഷ് ഈപ്പനെയും അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ മുൻ CEO ആയ UV ജോസിനെയും ഒരുമിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്തു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UV ജോസിനെ ഒരു വട്ടം ചോദ്യം ചെയ്തതാണ്. അതിനുശേഷമാണ് ഇന്നലെ വിളിച്ചു വരുത്തിയത്. ഇന്നും അതിൻ്റെ തുടർച്ചയായി ഉണ്ടായിരുന്നു. ഇന്ന് സന്തോഷ് ഈപ്പനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ED വാങ്ങിയിരുന്നു. അതിലെ ആദ്യ ദിവസം തന്നെയാണ് UV ജോസും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യലുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിച്ച വിവരങ്ങളുടേതെല്ലാം തന്നെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് കേസിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ ചോദ്യം ചെയ്യലുണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ മൊഴികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ സന്തോഷ് ഈപ്പൻ അറസ്റ്റിലായതിനു ശേഷം UV ജോസുമായി ഒപ്പം ഇരുത്തി നൽകിയ മൊഴികളിലെയും ചില വൈരുദ്ധ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുപോയത്. കാരണം ഇതിൽ എത്ര രൂപ കോഴ നൽകി എന്നത് സംബന്ധിച്ചും അതിൽ ആർക്കൊക്കെ നൽകി എന്നത് സംബന്ധിച്ചും ഇപ്പോഴും അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന ചില അവ്യക്തതകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരാറുകാർക്ക് അനുകൂലമായി UV ജോസ് എടുത്ത നിലപാടുകളുണ്ട്. ഈ നിലപാടുകളിലെല്ലാം തന്നെയും താനത് ചെയ്തത് നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് മുഴുവനായിട്ട് തന്നെയും UV ജോസഫ് പറയുമ്പോഴും അതിലും ചില പൊരുത്തക്കേടുകൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഇതിൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം CEO എന്ന രീതിയിൽ UV ജോസിനുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല, സാങ്കേതികപരമായി ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ അഹിതമായി ചെയ്തു കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കരാറുകാരെ പിന്തള്ളി യൂണിടാക് വരുന്നതിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അതും ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറയുമ്പോൾ പോലും അതിൽ ചില കാര്യങ്ങൾ UV ജോസ് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നൽകുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് തന്നെ അതിൽ അടിവരയിടുന്നുണ്ട്. അതിൽ UV ജോസിന് അതിൽ കൃത്യമായ ധാർമ്മികമായ അതിൽ ഉത്തരവാദിത്വമുണ്ട്, സാങ്കേതികപരമായ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു പൂർണ്ണ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് UV ജോസിനെ ചോദ്യം ചെയ്തത്. ഇന്ന് 6 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. അല്പസമയത്തിന് മുൻപ് അദ്ദേഹം ED ഓഫീസിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും ഹാജരാകണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ UV ജോസിൻ്റെ ഇടപെടൽ സംബന്ധിച്ച പൂർണ്ണമായി അതിൻ്റെ ഒരു കുരുക്ക് അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ED നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലും വളരെ നിർണായകം തന്നെയാണ്. UV ജോസിൻ്റെ പങ്കാളിത്തം അത് എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ED കടക്കുന്നു. ഇതിൽ നിലവിൽ UV ജോസ് ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അത് എന്തും സംഭവിക്കാവുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റ് വളരെ സുപ്രധാനമായ കാര്യം, ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെല്ലാമായ സ്വപ്ന സുരേഷിൻ്റെ നിയമനങ്ങൾ സംബന്ധിച്ച് അതിൽ സ്പേസ് പാർക്കിൽ ഉണ്ടായിരുന്ന നിയമനങ്ങൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ED അതിൽ അന്വേഷണം കുറച്ചുകൂടി വിശാലമാക്കിയിരിക്കുന്നു. സ്പേസ് പാർക്കിൻ്റെ കൺസൾട്ടൻസിയായ അതിൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിൻ്റെ കാര്യങ്ങളിലേക്ക് അവരായിരുന്നു കരാർ നിയമനത്തിൻ്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തത്. ഇവർ ഏതെങ്കിലും രീതിയിലുള്ളൊരു സമ്മർദ്ദത്തിനടക്കം അടിപ്പെട്ടുകൊണ്ടാണ് ഈ രീതിയിലേക്കൊരു നിയമനങ്ങളിലേക്ക് അടക്കം കടന്നിരുന്നത്. അതിൽ ശിവശങ്കറിൻ്റേത് ഒരു പങ്കാളിത്തം, ശിവശങ്കറിൻ്റേതൊരു സ്വാധീനമെല്ലാം തന്നെ നേരത്തെ തെളിഞ്ഞ. പക്ഷേ അതിനപ്പുറം മറ്റ് കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ നൽകിയത്. സ്വപ്നയുടെ നിയമനവുമായി ബന്ധപ്പെട്ടും ED അന്വേഷണത്തിലേക്ക് കടക്കുന്ന സാഹചര്യം.
സഭ സജീവ രാഷ്ട്രീയത്തിലേക്ക്. രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ. തലശ്ശേരി ബിഷപ്പിന്റെ BJP അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെ നിർണായക നീക്കവുമായി സീറോ മലബാർ സഭാ നേതൃത്വവും. 24 മുതൽ 26 വരെ ആലുവയിൽ പ്രത്യേക യോഗം ചേരും. ബിഷപ്പുമാർക്ക് പുറമെ വൈദികരും അൽമായ പ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും പ്രത്യേക യോഗത്തിന്റെ ഭാഗമാകുമെന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സീറോ മലബാർ സഭ നേതൃത്വം നൽകുന്ന നിർണായക നീക്കം. 26-ന് ക്രൈസ്തവ സഭകൾ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം തന്നെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിനോടോ രാഷ്ട്രീയ പാർട്ടിയോടോ ഉള്ള പിന്തുണ എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അതിനെല്ലാം അപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയ ചുവടുവെപ്പ് വെക്കുക, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു നീക്കത്തിലേക്ക് സഭ കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു പാർട്ടി പ്രഖ്യാപനം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് തന്നെ സഭ കടക്കുന്നു എന്നുള്ള സൂചനകൾ, ഇത് ഏകപക്ഷീയമായി സഭയുടെ വിവിധ ഘടകങ്ങൾ എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് വിവിധ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികൾ ബിഷപ്പുമാരുടെ അടക്കം പിന്തുണയോടെ സമാനമായ ഒരു യോഗം ചേർന്നിരുന്നു. ക്രൈസ്തവ സമൂഹം രാജ്യത്തും ഒപ്പം തന്നെ സംസ്ഥാനത്തിനകത്തും നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റി ആ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആ യോഗത്തിന്റെ ഒരു തുടർ തീരുമാനം എന്ന വണ്ണമാണ് ഐക്യ മുന്നേറ്റത്തിന് രൂപം നൽകുക എന്നൊരു ഏകധാരണയിലേക്ക് ഇപ്പോൾ ആ സഭാ നേതൃത്വം ഒരുപോലെ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാകും 24, 25, 26 തീയതികളിൽ ആലുവയിൽ വെച്ച് ഇത്തരത്തിലൊരു യോഗം ചേരുന്നതിനുള്ള തീരുമാനത്തിലേക്ക് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഇതിന്റെ ലക്ഷ്യം കൃത്യമാണ്. കഴിഞ്ഞ ദിവസം തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നടത്തിയ ആ കൃത്യമായ ഒരു പ്രസ്താവനയുണ്ട്. റബ്ബറിന് താങ്ങുവില കൂട്ടുന്ന അല്ലെങ്കിൽ കർഷകർക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നവർക്കൊപ്പം പ്രത്യുപകാരമായി തങ്ങൾ ഉണ്ടാകും എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വിധേയമായി. BJP അനുകൂല പ്രസ്താവനയാണ് ബിഷപ്പ് നടത്തിയത് എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങളൊക്കെ വാർത്തയിൽ നിറയുന്നതിനിടയിലാണ് സീറോ മലബാർ സഭ തന്നെ നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നതായി വ്യക്തമാക്കുന്ന ഇത്തരത്തിലൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ സൂചനകളും പുറത്തേക്ക് വരുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിൽ 2011 നടന്ന സെൻസസ് പ്രകാരം 18.38% ക്രൈസ്തവ സമൂഹം ഉള്ളത് എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ആര് ജയിക്കണം, ആര് തോൽക്കണം എന്ന കൃത്യമായ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു സ്വാധീന ശക്തിയായി ഈ ഒരു രാഷ്ട്രീയ മുന്നേറ്റ സഖ്യത്തെ മാറ്റുക എന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതായത് സംസ്ഥാനത്തിനകത്തുൾപ്പെടെ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റത്തിലൂടെ അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് ഉള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി ബിഷപ്പിന്റെ BJP അനുകൂല നിലപാടിനെ കുറിച്ചുള്ള KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നു. BJP നൽകുന്ന റബ്ബർ വില വാങ്ങാൻ പോകാൻ ഉടലിൽ തലയുണ്ടാകില്ല എന്ന പരാമർശമാണ് പുതിയ വിവാദത്തിന് കാരണം. ബിഷപ്പിനെതിരെ ജലീൽ വധഭീഷണി മുഴക്കിയെന്നാണ് BJPയുടെ ആരോപണം. BJPക്ക് പിറകെ പോയാൽ ചതിക്കപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. കർഷകരുടെ വികാരമാണ് ബിഷപ്പ് പറഞ്ഞതെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. 30 വെള്ളിക്കാശിന്റെ മോദിക്കാലത്തെ മൂല്യമാണോ 300 രൂപ? റബ്ബർ വില വാങ്ങണമെങ്കിൽ ഉടലിൽ തലയുണ്ടാകേണ്ടേ? ബിഷപ്പിന്റെ BJP അനുകൂല നിലപാടിനെ KT ജലീൽ ഫേസ്ബുക്കിൽ വിമർശിച്ചതിങ്ങനെയാണ്. എന്നാൽ ബിഷപ്പ് പാംപ്ലാനിക്കെതിരെ KT ജലീൽ നടത്തിയത് പച്ചയായ വധഭീഷണിയെന്ന് BJP. ബിഷപ്പിന്റെ ഉടലിൽ തല കാണില്ലെന്ന പരാമർശത്തിൽ KT ജലീലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. റബ്ബറിന്റെ വില വാങ്ങാൻ കഴുത്തിന് മുകളിൽ തല ഉണ്ടായിട്ട് വേണ്ടേ എന്നുള്ള ചോദ്യമാണ് ജലീൽ ചോദിച്ചിരിക്കുന്നത്. ഇത് പച്ചയായ വധഭീഷണിയാണ്. നേരത്തെ പാലാ ബിഷപ്പിനോട് കാണിച്ച അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പിനെതിരായി ഉണ്ടായിരിക്കുന്നത്. ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം.
ജലീലിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരായ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. ബിഷപ്പിന്റെ പ്രസ്താവനയിൽ തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്ത CPM അത് ആവർത്തിക്കുകയാണ്. ആ സമരം ഇവിടെ കേരളത്തിൽ നടന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇത് 3 സാർവദേശീയ മതങ്ങളാണ്. അത് ഇതുപോലെ ഈ റേഷ്യോയിൽ ജീവിക്കുന്ന ഒരു ലോക നാട് ഭൂമുഖത്തില്ല. കോൺഗ്രസിന്റെ നീക്കം വളരെ കരുതലിലാണ്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് പ്രകടിപ്പിച്ചത് കർഷകരുടെ വികാരമെന്ന് UDF കൺവീനർ MM ഹസൻ. റബ്ബർ വിലയിടിവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ വിമർശിച്ചാണ് കോൺഗ്രസിന്റെ നീക്കം. ബിഷപ്പ് പറഞ്ഞതേ കൃഷിക്കാരുടെ ഒരു വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ബിഷപ്പിന്റെ വികാരം ഞങ്ങൾ പാലിക്കുന്നു. ഈ റബ്ബറിന്റെ വിലയിടിവിനെതിരായിട്ട് 1-ാം പ്രതി BJP സർക്കാരിനും 2-ാം പ്രതി പിണറായി സർക്കാരിനുമെതിരെ ബിഷപ്പ് ഒരു കർഷക സമരത്തിന് നേതൃത്വം നൽകിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പൂർണ്ണമായി അദ്ദേഹത്തിന് പിന്തുണ നൽകും. ക്രൈസ്തവ സഭയുടെ കേരളത്തിലെ പ്രധാന ബിഷപ്പ് എടുത്ത അനുകൂല നിലപാട് ദേശീയ തലത്തിലടക്കം പരമാവധി ചർച്ചയാക്കാനാണ് BJP ശ്രമിക്കുന്നത്. കൂടുതൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ BJP കൂടുതൽ സജീവമാക്കി കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. കേവലം കർഷകർ നേരിടുന്ന ആശങ്കകൾ പങ്കുവെക്കുക എന്നതിന് അപ്പുറത്തേക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഏറെക്കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു സമ്മർദ്ദ ശക്തിയായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്ന തീരുമാനത്തിലേക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ആശയത്തിന് രൂപം നൽകിയിരിക്കുന്നത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കഴിഞ്ഞ ദിവസം കർഷകർക്ക് വേണ്ടി BJP അനുകൂല പ്രസ്താവന നടത്തി വാർത്തകളിൽ നിറഞ്ഞ തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, അതോടൊപ്പം തന്നെ താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാലിൽ, ഇവരാണ് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും വരുന്ന 24, 25, 26 തീയതികളിൽ ഈ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് വൈദികരുടെയും ബിഷപ്പുമാരുടെയും അൽമായ പ്രതിനിധികളുടെയും യുവജന സംഘടനകളുടെയും യോഗം ആലുവയിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ബിഷപ്പ് പാംപ്ലാനി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രസംഗത്തിൽ, കർഷക കൂട്ടായ്മയുടെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി തന്നെ പാംപ്ലാനി പറയുന്നു, ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കാം. റബ്ബറിന് വില 300 രൂപയാക്കിയാൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ഒരു MBA നൽകാം എന്ന് വ്യക്തമായി പറയുന്നു. ഇത്തരം കാര്യങ്ങൾ, റബ്ബർ വിലയിടിവ് മധ്യ തിരുവിതാംകൂറിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയൊരു വിഷയമായിട്ടുണ്ട്. കാരണം അവിടുത്തെ ജീവിതത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയൊരു പിന്നോട്ട് പോക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ച ഉണ്ടാവുക, ഒപ്പം ആരുടെ പിന്തുണ നമുക്ക് നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറുക, ഈ വിഷയങ്ങൾ സമഗ്രമായി ഇനി പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുപോവുക എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമാണോ എന്നതാണ് സംശയം. കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 2011 സെൻസസ് പ്രകാരം ഏതാണ്ട് 54.72% ഹൈന്ദവ വിശ്വാസികളാണ്, അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൽ ഉൾപ്പെട്ടവരാണ് കേരളത്തിലുള്ളത്. 26% അധികം ആളുകൾ മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ടവർ, 18.38% ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ളവർ. ഈ 18.38% വരുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും ഒരു നിർണായകമായ ശക്തിയായി മാറി തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ജയിക്കുക അസാധ്യമായ കാര്യമാണ്. പക്ഷേ ഒരു സമ്മർദ്ദ ശക്തിയായി മാറി ആര് ജയിക്കണം അല്ലെങ്കിൽ ആര് തോൽക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ഈ 18.38% വരുന്ന ക്രൈസ്തവ സഭകൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ആ ക്രൈസ്തവ സഭകളെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രഷർ ഗ്രൂപ്പായി, സമ്മർദ്ദ ശക്തിയായി മാറുകയെന്ന നിർണായകമായ രാഷ്ട്രീയ തന്ത്രം അത് ഈ സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അണിയറയിലെ ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് BJPക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നതും ഒപ്പം ഇടത് വലത് മുന്നണികൾക്ക് ആശങ്കയായി മാറാൻ പോകുന്നതും. മധ്യ കേരളത്തിൽ അടക്കം ഇനി ആര് ജയിക്കണം എന്ന കാര്യത്തിൽ നിർണായകമായ ഒരു സമ്മർദ്ദ ശക്തിയായി ഈ
പാർട്ടി രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത്തരത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം ഇടതു വലതു മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രഞ്ജിത്ത്, ഡാൻ തിരിച്ചു വരാം. ഡാനി, ഇപ്പോൾ ഇവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു നിഷ്ക്രിയത്വം പല കാര്യങ്ങളിലും ക്രൈസ്തവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബിഷപ്പ് അടക്കം ഇത്തരം കാര്യങ്ങളിൽ ബിഷപ്പ് പാംപ്ലാൻ അടക്കം ഇത്തരം കാര്യങ്ങളിൽ വളരെ വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. കാരണം കേരള കോൺഗ്രസ് ഈ റബ്ബർ വിലയിടിവിലടക്കം തങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കെ തന്നെ യാതൊരു മുന്നോട്ടുവരവിനും അവർ തയ്യാറാകുന്നില്ല. ഒപ്പം കോൺഗ്രസിനെയും CPM-നെയും കുറ്റപ്പെടുത്തുന്നു. അവിടെയാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഒരു സമ്മർദ്ദതന്ത്രവുമായി സഭകൾ മുന്നോട്ട് പോകുകയും ചെയ്താൽ അത് അവർക്ക് തന്നെ ഉണ്ടാക്കുന്ന ഗുണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും അത് അവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു നീക്കത്തിന് അവർ മുന്നിട്ടിറങ്ങിയാൽ അത് അത്ഭുതപ്പെടേണ്ടതുമില്ല, അല്ലേ ഡാനി? ബ്രഹ്മപുരം തീപിടുത്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതൃത്വം. നടക്കുന്നത് വൻ അഴിമതിയാണ്. 32 കോടി രൂപ സോണ്ട കമ്പനി ഉപകരാറിലൂടെ അടിച്ചെടുത്തെന്നും ബ്രഹ്മപുരത്തെ അട്ടിമറി അന്വേഷിക്കണമെന്നും BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടു. Unfortunately, Kerala government did not adhere to the rules, and there is complete mismanagement of waste, because Kerala government and the waste management processor has not done anything to hide their massive failure. There can be a sabotage also which needs investigation. ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉപകരാർ നൽകിയതിനെക്കുറിച്ചും ആരോപണം. ബയോ മൈനിങ്ങിൽ മുൻപരിചയമില്ലാത്ത RS മീനാക്ഷി എൻവൈറോ കെയറിനാണ് ഉപകരാർ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും മുൻ മേയർ ടോണി ചമ്മണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് രേഖാമൂലമുള്ള അനുമതി തേടാതെയും കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുമാണ് ഉപകരാർ നൽകിയത്. ഭുവനേശ്വറിൽ രജിസ്റ്റർ ചെയ്ത RS മീനാക്ഷി എൻവൈറോ കെയറിന്റെ ഉടമ കൊച്ചി സ്വദേശി NY വെങ്കിട്ടാണ്. പുസ്തക പ്രസാധന മേഖലയിൽ മാത്രം മുൻപരിചയമുള്ള ഒരു കമ്പനിക്ക് ബ്രഹ്മപുരം ബയോ മൈനിങ്ങിന് ഉപകരാർ നൽകിയതിൽ ജില്ലാ CBI നേതൃത്വവും കൊച്ചി മേയറും ഉൾപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ടോണി ചമ്മണി ആരോപിച്ചു. ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പ്രമുഖരായ ആളുകളുണ്ട്. എറണാകുളം ജില്ലയിലെ സമീപ ജില്ലകളിലെ ഏകദേശം 30 ലക്ഷം ആളുകളെ 2 ആഴ്ചക്കാലം വിഷപ്പുക ശ്വസിപ്പിച്ച, ബോധപൂർവം കത്തിച്ച ഈ സോണ്ട കമ്പനിയെയും അവർ ഉപകരാർ ഏറ്റെടുത്ത ഇപ്പൊ ഈ വെങ്കട്ടിന്റെ കമ്പനിയെയും അതിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ CBI അന്വേഷണം അനിവാര്യമാണ്. അത് ഞാൻ കോടതിക്ക് മുമ്പാകെ ബോധിപ്പിക്കാൻ ശ്രമിക്കും എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. സർക്കാരിനെതിരെ നിയമസഭയ്ക്ക് പുറത്ത് സമരം പ്രഖ്യാപിച്ച UDF. സർക്കാരിന്റെ 2ാം വാർഷിക ദിനമായ മെയ് 20-ന് സെക്രട്ടേറിയറ്റ് വളയും. സർക്കാരിനെതിരായ കുറ്റപത്രം പുറത്തിറക്കും. നികുതി കൊള്ളയ്ക്കെതിരെ ഏപ്രിൽ 1-ന് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കാനാണ് തീരുമാനം. അതുകൊണ്ട് നിയമസഭയ്ക്ക് പുറത്ത് ഏപ്രിൽ 1-ാം തീയതി സംസ്ഥാന വ്യാപകമായി UDF-ന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെ വീട്ടിൽ EDയും ആദായ നികുതി വകുപ്പും നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ കണ്ടെടുത്തതായി വിവരം. ഭൂമി ഇടപാടിന് നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഫാരിസ് അബൂബക്കറിന് വേണ്ടി നദീറയുടെ ഭർത്താവ് സുരേഷ് കുമാർ കൊച്ചിയിൽ ഭൂമി ഇടപാടുകൾ നടത്തിയതായാണ് കണ്ടെത്തൽ. റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം ഒഴിഞ്ഞുമാറി. പൗടിക്കോണം ലക്ഷ്മി നഗറിലെ നദീറ സുരേഷിന്റെ വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും സംയുക്തമായി നടത്തിയ 30 മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ ബനാമി ഇടപാടുകളും ആയി ബന്ധപ്പെട്ട നിർണായക രേഖകൾ കണ്ടെടുത്തതായാണ് വിവരം. ഫാരിസ് അബൂബക്കറിന് വേണ്ടി കൊച്ചിയിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമി ഇടപാടുകൾ സുരേഷ് കുമാർ നടത്തിയിട്ടുള്ളതായാണ് സൂചന. പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാകും EDയുടെ തുടർ നീക്കങ്ങൾ. സാമ്പത്തിക ഇടപാടുകളിലെ അവ്യക്തതകൾക്ക് ഉത്തരം തേടി ദമ്പതികളെ കൊച്ചിയിലെ ED ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയേക്കും. അതേസമയം റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം ഒഴിഞ്ഞുമാറി. റെയ്ഡ് നടത്തിയത് എന്തിനെന്ന് EDയോട് ചോദിക്കണമെന്നായിരുന്നു UDF കൺവീനർ MM ഹസന്റെ പ്രതികരണം. EDക്കാരല്ലേ നടപടിയെടുക്കേണ്ടത്, അല്ല അത് ഞങ്ങൾക്കറിയില്ല എന്തിനാണ് റെയ്ഡ് നടത്തിയെന്ന്. ബനാമികളായ എല്ലാവരിലേക്കും ED അന്വേഷണം എത്തുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ഇടതുമുന്നണിയുടെയും UDF-ന്റെയും മാനസപുത്രനാണ് ഫാരിസ് അബൂബക്കർ. അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് സമ്പാദിച്ച പണമൊക്കെ അന്വേഷിച്ച ആളുകൾ വരും, അന്വേഷണ ഏജൻസികൾ വരും. ശരിയായ അന്വേഷണമാണ് നടക്കുന്നത്. ഒരു അന്വേഷണവും അട്ടിമറിക്കപ്പെടില്ല.
ഉപ്പ് തിന്നവനെല്ലാം വെള്ളം കുടിക്കും. കേന്ദ്ര ഏജൻസികളുടെ തുടർ നീക്കങ്ങൾ വിലയിരുത്തിയ ശേഷം നദീറയ്ക്കെതിരെ നടപടി വേണമോ എന്ന കാര്യം ചർച്ച ചെയ്താൽ മതിയെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൌത്യം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റി. മോക്ഡ്രിൽ ശനിയാഴ്ച നടത്തും. ദൌത്യം നടക്കുന്ന മാർച്ച് 26-ന് ശാന്തൻപാറ, ചിന്നകനാൽ പഞ്ചായത്തുകളിലെ ചില വാർഡുകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തും. ദൌത്യം വിജയിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച വീണ്ടും ദൌത്യം തുടരാനും തീരുമാനമായി. ഈ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, എന്തുകൊണ്ടാണ് ശനിയാഴ്ച എന്നുള്ളത് ഞായറാഴ്ചത്തേക്ക് മാറ്റിയത്? മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ടോ? ഒപ്പം തന്നെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം, വാർഡുകളിലെ കൗൺസിലിംഗ്, ഇതെല്ലാം ഏത് രീതിയിലാണ്? ജാഗ്രതാ നിർദ്ദേശങ്ങളും ഏത് രീതിയിലാണ്? അപർണ, 4 കുങ്കാനകളാണ് ദൗത്യത്തിനായി ഉള്ളത്. ഇതിൽ 2 കുങ്കാനകൾ എത്തിക്കുന്നതിനുള്ള കാലതാമസം ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന കാലതാമസമാണ് ഒരു ദിവസത്തേക്ക് ദൗത്യം നീട്ടിവെക്കുന്നതിനുള്ള തീരുമാനമായിരിക്കുന്നതിനുള്ള പ്രധാന കാരണം. ഒപ്പം പൊതുപരീക്ഷയും നിലനിൽക്കുന്നു. ശനിയാഴ്ച പൊതുപരീക്ഷയുള്ളതിനാൽ ഒരു ദിവസം ഞായറാഴ്ച പരീക്ഷയില്ലാത്ത ദിവസത്തിലേക്ക് ദൗത്യം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അന്നേ ദിവസം ദൗത്യം നടന്നില്ലെങ്കിലും പൂർത്തീകരിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും 27-ാം തീയതിയിലേക്ക് ദൗത്യം നടപ്പിലാക്കുക. 26-ന് ദൗത്യം നടത്തുന്നതിന് മുന്നോടിയായി എല്ലാവിധ സജ്ജീകരണങ്ങളും മറ്റു സജ്ജീകരണങ്ങളെല്ലാം വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ആളുകൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. മലയാളത്തിനൊപ്പം തമിഴിലും ഗോത്രഭാഷയിലും അനൗൺസ്മെന്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകി ആളുകൾക്ക് ബോധവൽക്കരിക്കും. എന്തായാലും ഈ ദൗത്യത്തിനോടനുബന്ധിച്ച് 26-ന് ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ ചില വാർഡുകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപർണ. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. പാറ്റൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അന്വേഷണം വൈകാനിടയായത് നിർഭാഗ്യകരമാണെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. പോലീസിനെ ന്യായീകരിച്ചായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വിശദീകരണം. പാറ്റൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച സംഭവത്തിൽ CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യക്തമായ സൂചന ലഭിച്ചെന്ന് അവകാശപ്പെടുമ്പോഴും ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. പോലീസ് ഇടപെടൽ വൈകിയതിൽ വ്യാപക വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. നടപടി വൈകിയത് നിർഭാഗ്യകരമെന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതും വളരെ നിർഭാഗ്യകരമായിട്ടുള്ളത് ഒരു കാരണവശാലും ആവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി പോലീസിനെ ന്യായീകരിച്ചു. പോലീസ് ആ സമയത്ത് വേണ്ട രൂപത്തിൽ ആക്ട് ചെയ്തില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി 2 പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ജാമ്യമില്ല വകുപ്പുകൾ ചേർത്തുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ദയനീയ പരാജയമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനം. പോലീസ് വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണം. സ്ത്രീ സുരക്ഷ അപകടത്തിലാണ് കേരളത്തിൽ. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ ഒന്നും തന്നെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. പോലീസ് പലപ്പോഴും കുറ്റവാളികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വീട്ടമ്മയ്ക്കെതിരായ അക്രമത്തെ സർക്കാരിനെതിരായുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ പ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ ശ്രമിക്കുമ്പോൾ പ്രതിയെ പിടികൂടി മുഖം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസും സർക്കാരും. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വഴുതക്കാട് ലേഡീസ് ഹോസ്റ്റലിന് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. മുത്തുരാജനെ മ്യൂസിയം പോലീസാണ് പിടികൂടിയത്. കോട്ടൺ ഹിൽ സ്കൂളിന് സമീപത്തെ ലേഡീസ് ഹോസ്റ്റലിന് മുൻപിലാണ് ഇയാൾ അശ്ലീല പ്രദർശനം നടത്തിയത്. ആലപ്പുഴ ചേർത്തലയിൽ അധ്യാപികയുടെ അടിയേറ്റ കുട്ടിക്ക് കൈക്ക് ഗുരുതര പരിക്ക്. 12 വയസ്സുകാരനാണ് ചൂരലുകൊണ്ട് അടിയേറ്റത്. കൈയിലെ മുറിവിലെ അണുബാധയെ തുടർന്ന് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ചേർത്തല കുറുപ്പംകുളങ്ങര ശ്രീശങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപിക പ്രസന്നകുമാരിയാണ് കുട്ടിയെ അടിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ക്ലാസ്സിൽ വെച്ച് കുട്ടിയെ അധ്യാപിക അടിച്ചത്. ബോർഡിലെഴുതിയത് മറ്റൊരു കുട്ടി ഉച്ചത്തിൽ വായിച്ചതോടെ അധ്യാപിക പ്രസന്നകുമാരി ആളുമാറി തല്ലുകയായിരുന്നുവെന്ന് 6ാം ക്ലാസ്സുകാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തിങ്കളാഴ്ച ലാസ്റ്റ് ഒരു ടീച്ചർ വന്ന് ബോർഡിൽ എഴുതി വായിക്കല്ലേ ബോർഡ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വായിക്കരുതെന്ന് കുട്ടികളാരും വായിക്കരുതെന്ന് പറഞ്ഞ് എഴുതാൻ പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ ഒരാൾ വായിച്ച് അത് ടീച്ചർ വിചാരിച്ച് ഞാനാണെന്ന് എനിക്കിട്ടാണ് അടി കിട്ടിയ.
അടിയേറ്റ കൈയിലെ മുറിവിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് ആദ്യം ചേർത്തലയിൽ ചികിത്സ തേടി. വിദഗ്ധ ചികിത്സയ്ക്കായാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് കുട്ടിയുടെ പിതാവ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും നീര് വെച്ച് അങ്ങനെ ചേർത്ത മുഹമ്മദ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ ഇഞ്ചക്ഷനും മരുന്നൊക്കെ തന്നിട്ട് മാറിയില്ല. പിന്നെ ചേർത്തല ഒരു ഡോക്ടറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടറെ പറഞ്ഞത് ചേർത്തല ഒരു സർജനെ കാണിക്കണമെന്ന്. ചേർത്തല സർജനെ കാണിച്ചപ്പോൾ സർജൻ മെഡിക്കൽ കോളേജിലേക്ക് എഴുതുമായിരുന്നു. എത്രയും പെട്ടെന്ന് കാണിക്കണമെന്നാണ് പറഞ്ഞത്. ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ICH ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൈ കീറി പഴുപ്പെടുക്കുകയായിരുന്നു. വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതോടെ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു. അധ്യാപികയ്ക്കെതിരെ കേസെടുക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ കേസെടുക്കും. പോലീസിന് നിർദ്ദേശം നൽകും കേസെടുക്കാൻ വേണ്ടി. കൃത്യമായ നടപടി ഈ കാര്യത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തുണ്ടാവും. ചേർത്തല കുറുപ്പംകുളങ്ങര ശ്രീശങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ താൽക്കാലിക അധ്യാപികയാണ് പ്രസന്നകുമാരി. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇവർ താൽക്കാലികമായാണ് സ്കൂളിൽ ജോലിക്കെത്തുന്നത്. ന്യൂസ് 18 ആലപ്പുഴ, കോട്ടയം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 1/2 കിലോയോളം MDMA പിടികൂടി. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. കൊടുവള്ളി വാവാട് പുൽക്കുഴിയിൽ മുഹമ്മദ് മിത്ലജ്, ബത്തേരി പള്ളിക്കണ്ടി സ്വദേശികളായ നടുവിൽ പീടികയിൽ ജാസിം അലി, അഫ്താഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വീണ്ടും സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധനവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ. ആകെ 1026 കോവിഡ് ആക്ടീവ് കേസുകളാണുള്ളത്. 111 പേരാണ് ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. പുതിയ വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാൻ ജിനോമിക് പരിശോധനകൾ വർദ്ധിപ്പിക്കും. എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനതല റിവ്യൂ മീറ്റിംഗ് ചേരാൻ തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 9ആയി. 3 സ്ത്രീകളടക്കം 9 പേർ കൊല്ലപ്പെട്ടു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കാഞ്ചീപുരം കുരുവിമലയിൽ സ്വകാര്യ വ്യക്തി നടത്തി വന്നിരുന്ന പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനം നടക്കുമ്പോൾ 30ഓളം പേർ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരണസംഖ്യ ഉയരുമെന്നാണ് സൂചന. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. സ്ഫോടനത്തിൽ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും. DCC ബ്ലോക്ക് പുനഃസംഘടനയിൽ ഗ്രൂപ്പുകൾക്ക് പ്രാതിനിധ്യം നൽകി 7-അംഗ ഉപസമിതി രൂപീകരിച്ച KPCC. കൊടിക്കുന്നിൽ സുരേഷ് MP, T സിദ്ദിഖ് MLA, KC ജോസഫ്, AP അനിൽകുമാർ, ജോസഫ് വാഴക്കൻ, K ജയന്ത്, M ലിജു എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. KPCC ഭാരവാഹികളായ കൊടിക്കുന്നിൽ സുരേഷ്, സിദ്ദിഖ്, K ജയന്ത് എന്നിവർ ഒഴികെ മറ്റ് 4 പേരും I ഗ്രൂപ്പ് പ്രതിനിധികളാണ്. A ഗ്രൂപ്പ് അംഗങ്ങളായി KC ജോസഫിനെയും AP അനിൽകുമാറിനെയും ഉൾപ്പെടുത്തി. M ലിജുവും ജോസഫ് വാഴക്കനുമാണ് I ഗ്രൂപ്പ് പ്രതിനിധികൾ. ജില്ലകളിൽ നിന്ന് പുനഃസംഘടനാ സമിതി KPCC കൈമാറിയ ലിസ്റ്റിൽ നിന്ന് അന്തിമ പട്ടിക രൂപീകരിക്കുകയാണ് ഉപസമിതിയുടെ ചുമതല. 10 ദിവസത്തിനകം ജില്ലാ ബ്ലോക്ക് തല പുനഃസംഘടനാ പട്ടിക KPCCക്ക് കൈമാറാനാണ് നിർദ്ദേശം. VM സുധീരന്റെ AKG അനുസ്മരണത്തിനെതിരെ ഫേസ്ബുക്കിൽ കോൺഗ്രസ് അനുകൂലികളുടെ വിമർശനം. ജീവിതം മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി പോരാടിയ മനുഷ്യസ്നേഹിയായ നേതാവായിരുന്നു AKG എന്നായിരുന്നു സുധീരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും AKGക്കെതിരെ വലിയ വിമർശനം ഉയർത്തുന്നതിനിടെയാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ സുധീരന്റെ AKGയെ പുകഴ്ത്തിയുള്ള പോസ്റ്റ്. അതേസമയം സുധീരൻ രാഷ്ട്രീയ നിലപാട് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് AKGയെ അനുസ്മരിച്ചതെന്ന് കോൺഗ്രസ് അനുകൂലികൾ തന്നെ ഫേസ്ബുക്കിൽ വിമർശിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ക്ഷണിച്ച് സംസ്ഥാന സർക്കാർ. ചെന്നൈയിലെത്തിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണപത്രം സ്റ്റാലിന് കൈമാറി. ഏപ്രിൽ 1 വൈക്കത്ത് നടക്കുന്ന ശതാബ്ദി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് വാർത്തകൾ. ചെന്നൈ ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് 270 റൺസ് വിജയലക്ഷ്യം. 269 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യയും കുൽദീപ് യാദവും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. 47 റൺസ് എടുത്ത മിച്ചൽ മാർഷാണ് ഓസീസ് നിരയിലെ ടോപ്പ് സ്കോറർ. അലക്സ് ക്യാരി 38 റൺസ് എടുത്തും ട്രാവിസ് ഹെഡ് 33 റൺസ് എടുത്തും പുറത്തായി. ഈ മത്സരം ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം.